കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. വകുപ്പിന് കീഴിലുള്ള NSS വീട് നിർമ്മാണം നടത്തും. തീരുമാനം മന്ത്രി കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇടപെടൽ എന്നോണം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീട് നിർമ്മാണം എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനം എത്തുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? സംഗീത, എന്തായാലും ഈ മരിച്ച ബിന്ദുവിൻ്റെ വീട് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്. വളരെ ചെറിയൊരു കുടില് മാതിരി ഒരു വീടാണ്. വളരെ സൗകര്യം കുറവുള്ള ഒരു വീടാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ ആ തലത്തിലടക്കം ഇടപെടൽ നടത്തി അവർക്ക് വലിയ സഹായങ്ങൾ നൽകണമെന്നുള്ള ആവശ്യങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ബിന്ദുവിൻ്റെ കുടുംബത്തിന് പുതിയതായിട്ടൊരു വീട് നിർമ്മിച്ച് നൽകാമെന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ആർ ബിന്ദു അല്പസമയം മുമ്പ് ബിന്ദുവിൻ്റെ കുടുംബവുമായിട്ട് ഫോണിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിൽ വീട് നിർമ്മിച്ച് നൽകാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായിരിക്കും വീട് നിർമ്മാണം നടക്കുന്നുണ്ടാവുക. ആ വകുപ്പിൻ്റെ കീഴിലുള്ള NSS ആയിരിക്കും നിർമ്മാണം നടത്തുക എന്നും ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് മന്ത്രി ഒരുപക്ഷെ ബിന്ദുവിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വീട്ടിലേക്ക് എത്താം എന്നുള്ള ഉറപ്പ് മന്ത്രി ആർ ബിന്ദു കുടുംബാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ഒരു മെച്ചപ്പെട്ട സൗകര്യമുള്ളൊരു വീട് ആവശ്യമായിരുന്നു. പ്രത്യേകിച്ച് ആ കുട്ടി നവമി എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ മകളടക്കമുള്ള ആളുകൾ അസുഖബാധിതരാണ്. അവിടെ മുതിർന്ന വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വീടാണ്. പക്ഷേ ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ പോലും വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അവർ താമസിക്കുന്നത്. എന്തായാലും പുതിയ വീട് സർക്കാർ തലത്തിൽ അത് എത്രയും വേഗം ലഭ്യമാക്കുകയാണെങ്കിൽ അത് ആ കുടുംബത്തിന് വലിയ ആശ്വാസമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ധനസഹായം സംബന്ധിച്ച് അതും ഏറ്റവും പെട്ടെന്ന് തന്നെ തീരുമാനമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 11-ാം തീയതി മന്ത്രിസഭാ യോഗം ചേരും. ആ യോഗത്തിൽ ഈ ധനസഹായം സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഇന്നലെ ആ കുടുംബത്തിൽ സന്ദർശനം നടത്തി മന്ത്രി VN വാസവനും പ്രസ്താവിക്കുകയുണ്ടായിട്ടുണ്ട്. ഒപ്പം അടിയന്തര ധനസഹായമായിട്ട് ഒരു 50,000 രൂപ, അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വികസന സമിതി കൈമാറിയ പൈസയാണ്. ആ പൈസയും ഇന്നലെ മന്ത്രി VN വാസവൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ബിന്ദുവിൻ്റെ മകന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക ജോലിയും സർക്കാർ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ആ കുടുംബത്തിന് ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇത്തരത്തിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ അടക്കം പിന്തുണ, പ്രത്യേകിച്ച് ചാണ്ടിയുമ്മൻ MLA തൻ്റെ പക്കൽ നിന്നും 5 ലക്ഷം രൂപയോളം ആ കുടുംബത്തിന് സഹായമായിട്ട് ഇതിനോടൊക്കെ തന്നെ പ്രഖ്യാപിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആ ഒരു അമ്മയ്ക്ക്, അല്ലെങ്കിൽ ബിന്ദു എന്ന് പറയുന്ന നവമിയുടെ അമ്മയ്ക്ക് തുല്യമാകില്ലെങ്കിൽ പോലും ആ കുടുംബത്തിന് വലിയ ആശ്വാസമാകും ഈ സഹായങ്ങൾ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്തായാലും മന്ത്രി ആർ ബിന്ദു അല്പസമയത്തിനകം തന്നെ ആ വീട്ടിലേക്ക് എത്തി സന്ദർശനം നടത്തുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ആരോഗ്യമന്ത്രിയുടെ സന്ദർശനവും ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്.